എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അതാണ് നമുക്കിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെല്ലാവരും ലോക്ക്ഡൗണിലാണെന്ന് അറിയാം. വീട്ടിലെവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നാട്ടിൽ. പക്ഷേ ഓസ്ട്രേലിയയിൽ അത്രയ്ക്കും പ്രശ്നമില്ല. ഫുള്ളി ലോക്ക്ഡൗൺ അല്ല. ചില സ്റ്റേറ്റുകൾ മാത്രം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് വൈസ് അത് ഡിഫറെൻ്റ് ആണ്. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്ത് പോകാം, ജോലിക്ക് പോകാം, ജോലിക്ക് വേണ്ടി മാത്രം. പിന്നെ നമ്മളെ ബീച്ചും അങ്ങനെയുള്ള പബ്ലിക് പാർക്സും അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരധികം കൂടുന്ന സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നു. പിന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ തന്നെ നോക്കുക. സോ ഓൾവേസ് ബി സേഫ്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു വീഡിയോ നമ്മളിന്ന് വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെയാണ്. അപ്പം നമുക്കിവിടെ പുറത്ത് പോകാം, അത്യാവശ്യ സാധനങ്ങൾക്ക് പുറത്ത് പോകാം, ചില സ്ഥലങ്ങളിലൊക്കെ പോകാം. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാലും ഇന്ന് നമ്മൾ പുറത്ത് പോകാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് നമ്മൾ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നത്. കുക്കിംഗ് വലിയ പ്രാക്ടീസൊന്നും ഇല്ലാത്ത ആളാണ്. ചിലപ്പോൾ ഒക്കെ കുക്ക് ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വീഡിയോ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ചെറിയൊരു ഡെസേർട്ടാണ്. നമ്മുടെ മലബാറിൻ്റെ അതിൽ പറയുകയാണെങ്കിൽ കോഴിക്കോടിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്തെ ഏറ്റവും സ്വാദിഷ്ടമായ ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ അത്രയും ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ളൊരു ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ഡ്രിങ്ക് ആയിട്ട് ചെയ്യാം, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഫില്ലിംഗ് ഐറ്റമാണത്. നമുക്ക് കുക്കിംഗ് അധികം ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് അവിൽ മിൽക്ക്. ഡെസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം ആവശ്യം ഒരു ബൗൾ. നമുക്ക് സംഭവങ്ങൾ മിക്സ് ചെയ്യാനുള്ളൊരു ബൗളാണ്. ഈ ബൗളിലേക്ക് നമ്മൾ ആദ്യം ഈ പഴം നമുക്ക് പൊളിച്ചിടാം. അപ്പോൾ നമുക്ക് ഒരു പഴം നമുക്ക് പൊളിച്ചിടാം. നമ്മുടെ നാട്ടിൽ സാധാരണ മൈസൂർ പൂവനാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം അതേ ടേസ്റ്റൊക്കെ വരുന്ന അതേപോലെ വരുന്ന ഒരു ഇതാണ്. ഷുഗർ ബനാനയാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഷുഗർ ബനാനയാണ്. അതൊന്നിടാം. രണ്ടിടാം. 2 ഷുഗർ ബനാന ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ, നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇടാം. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ഷുഗർ ഇടാം. ഞാനൊരു 2 സ്പൂൺ ഇടുന്നുള്ളൂ. നമുക്കിതിനകത്ത് ഷുഗർ മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ഹണി ഉപയോഗിക്കാം. അപ്പം ഷുഗറിന് പകരം ഹണി ആണെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സംഭവമാണ്. കട്ട് ചെയ്ത് നമുക്ക് പഴം വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാം, അല്ല ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഇത് സ്പൂൺ ഉപയോഗിച്ച് കട്ട് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ മാഷ് ചെയ്യാം. ഈ പഴം ഇങ്ങനെ മാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഈ പഴം ഒരിക്കലും നമ്മൾ ബ്ലെൻഡറിൽ അടിക്കരുത്, മിക്സിയിലോ ബ്ലെൻഡറിലോ ഒന്നും അടിക്കരുത്. അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഇതിങ്ങനെ മിക്സ് ചെയ്യാണ് വേണ്ടത്. മിക്സ് ചെയ്യുക എന്ന് പറയുമ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മുടെ ആ ഒരു ഡെസേർട്ടിന് ഏറ്റവും ടേസ്റ്റ് വരുന്നത് അങ്ങനെ മാഷ് ചെയ്ത് കിട്ടുമ്പോഴാണ് അതിനകത്ത് ചെറുതായിട്ട് പഴം കടിക്കാനും കിട്ടും. നമുക്കതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും.
മാഷ് ബനാന, അത് പഴം മാഷ് ചെയ്ത് റെഡിയാണ്. ഇനിയിപ്പോൾ അടുത്ത സംഭവത്തിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ആദ്യം അവല് വറക്കണം. അവല് വറക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയ നെയ്യുണ്ട്. ആ നെയ്യ് നമുക്ക് കുറച്ചിടാം, കുറച്ച് മതി. നമുക്ക് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവല് വറുത്തെടുക്കാം. ഈ അവല് നമുക്ക് ഈ ഇട്ട നെയ്യിലേക്ക് നമുക്കിടാം. അപ്പോൾ അവല് നല്ല ക്രിസ്പി ആയിരിക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കണം. അങ്ങനെ പിടിച്ചു നോക്കി അറിയാം, ഇതിങ്ങനെ പൊട്ടും കണ്ടോ, അങ്ങനെ പൊട്ടുമ്പോൾ അത് ക്രിസ്പി ആയി. അപ്പോൾ ഓക്കെ, നമുക്കിത് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കടലയുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം. അതേ ചട്ടിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം കുറച്ച്. അങ്ങനെ നമ്മുടെ കശുവണ്ടിയും കടലയും നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അത് റെഡി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. മാഷ് ചെയ്ത ബനാന അങ്ങനെ ക്രഷ് ചെയ്ത പോലെ ഇട്ടിരിക്കുന്നത്. മിക്സിയിലടിക്കരുത്, നിർബന്ധമായിട്ട് മിക്സിയിലടിക്കാൻ പാടില്ല, നമ്മൾ മാഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. പിന്നെ പാല് റെഡി, കശുവണ്ടി കടലയും നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തത്, എണ്ണയല്ല നെയ്യിലാണ് വറുത്തെടുത്തത്. നെയ്യിൽ വറുത്തെടുത്ത് സംഭവം മിക്സ് ചെയ്ത് റെഡി ആയിരിക്കണം. പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് മാഷ് ചെയ്ത് കിട്ടു. പിന്നെ നമ്മൾ അവല് വറുത്തെടുത്ത്, നെയ്യിൽ വറുത്തെടുത്ത് അവലും റെഡിയാണ്. ഇനി പഴം നമ്മൾ 2 മതി തൽക്കാലത്തേക്ക്. ഇപ്പോൾ 1 ഗ്ലാസ് ഉണ്ടാക്കാൻ അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യുന്നത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇത് മിക്സ് ചെയ്യുന്നു, അതായത് എങ്ങനെ നമ്മൾ ഈ ഗ്ലാസ്സിനകത്ത് എങ്ങനെ ഇടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം. ഇതിനകത്ത് നമുക്ക് പല രീതിയിലിടാം, പല ലേയേഴ്സായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ലെയറിലും ബാക്കിയുള്ള സെറ്റപ്പായിട്ട് ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഒരു 2-3 ലെയർ കൊടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എടുത്ത മാഷ് ബനാന നമ്മൾ 1 സ്പൂൺ എടുക്കുക. അതായത് ഈ ഗ്ലാസിൻ്റെ ഒരു 3/1 ഭാഗം നമുക്ക് ഈ മാഷ് ബനാന ഇടാം. മാഷ്ഡ് ബനാന ഇട്ടു, ഒരു 3/1 ഭാഗം ഇതിട്ടു, അതവിടെ ഓക്കെ. ഇനി നമുക്ക് ഇടേണ്ടത് നമുക്ക് കുറച്ച് അവലാണ്. നമ്മൾ വറുത്തെടുത്ത അവല് അടുത്തൊരു കുറച്ചിടാം. കണ്ട, ഇങ്ങനെ കുറച്ച് അവലിടുക. അവല് കുറച്ചിട്ടു. അതിൻ്റെ കൂടെ ഇനിയിപ്പം അടുത്ത് നമ്മൾ വറുത്ത് എടുത്ത് വെച്ച കശുവണ്ടിയും കടലയും കൂടെയുള്ള മിക്സാണ്, അത് കുറച്ചിടാം നമുക്ക്. അതിൻ്റെ മുകളിലൊരു ശകല ലെയറായിട്ടിടാം. ഇവിടെ കുറച്ച് ലെയറായിട്ടിട്ടു. ഇനി ഇതിൻ്റെ നമുക്കൊരു കുറച്ചും കൂടി ലെയറാക്കാം. ലെയറാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടും. കുറച്ചും കൂടെ നമുക്ക് ആ മാഷ്ഡ് ബനാന ഇടാം. നമുക്കുള്ള ബനാന 2 എടുത്തിട്ടുള്ളൂ, 3 എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് 1 ഗ്ലാസ്സിന് 2 അല്ലെങ്കിൽ 3 ബനാന ഇട്ടു. പിന്നെ കുറച്ചും കൂടെ നമ്മുടെ അവല് ഇടുകയാണ് കുറച്ച്. അപ്പോൾ അവല് കുറച്ചുകൂടെ ഇടുകയാണ് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്, പഴയ റൂട്ടീൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. കുറച്ചും കൂടെ കശുവണ്ടിയും ആ മിക്സ് ഇട്ടു. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത സംഭവമാണ് നമുക്ക് പാൽ. ഇതിലേക്കാണ് നമ്മൾ പാൽ ഒഴിക്കാൻ. ഇപ്പോൾ നമ്മൾ നോക്കും, ഇതിനകത്ത് ഇപ്പോൾ പല ലെയറായി കണ്ട. അത് നമ്മുടെ മാഷ്ഡ് ബനാനേൻ്റെ ഒരു ലെയർ, പിന്നെ വന്നിരിക്കുന്ന അടുത്ത ലെയറാണത് അവിലിൻ്റെ ഒരു ലെയർ, പിന്നെ നമ്മുടെ അടുത്തൊരു ചെറിയ ലെയർ നമ്മുടെ നട്ട്സ് ഇട്ടിരിക്കുന്ന ലെയർ, പിന്നെയും ഒരു പഴത്തിൻ്റെ ഒരു ലെയർ, അവലിൻ്റെ ഒരു ലെയർ, പിന്നെയും നട്ട്സിൻ്റെ ഒരു ലെയർ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാൽ ഒഴിക്കണം. പോകാണ്ട് ഒഴിക്കണേ. കറക്റ്റ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് താഴെ പോയി സാറില്ല. അതിനകത്തേക്ക് പാലങ്ങ് ഒഴിക്കുമ്പം ഫുള്ള് പാലാണ്, കറക്റ്റിന് പാലങ്ങ് ഒഴിക്കുക. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടോ, നമ്മുടെ സൈഡിൽ കൂടെ പാലിങ്ങനെ അടിയിൽ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോകും കണ്ടോ. പിന്നെ ഇതിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കണ്ടോ. ഇതുപോലെ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് അവലും വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. ഒരു ചെറിയൊരു ഗാർണിഷിങ് പോലെ അതിൻ്റെ മുകളിലൊരു ശകലം ഇത്
പിന്നെ ഇതിൻ്റെ മുകളിൽ ഇനിയും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഇതാണ് അവിൽ മിൽക്ക്. ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഐസ്ക്രീം ഇടാം. അപ്പോൾ ഇത് സ്പെഷ്യൽ അവിൽ മിൽക്ക് ആവും. ഐസ്ക്രീം ഇടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി, ഈ ഫ്രൂട്ട്സിൻ്റെ ഈ പീസ് പോലെ നമുക്ക് കിട്ടുന്നില്ല, അത് നമുക്കിടാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. ഇതിൻ്റെ കൂടെ ഹോർലിക്സും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടുന്നുണ്ട് ഈ പഴത്തിൻ്റെ കൂടെ. പക്ഷേ ഇതാണ് ഇതിൻ്റെ നോർമൽ രീതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവിൽ മിൽക്ക്. ഇത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഇതിനകത്തൊരു സ്പൂണും കൂടെ ഇട്ടാൽ സംഭവം ക്ലീനായി. സംഭവം ക്ലീൻ കണ്ടാ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ലെയറായിട്ടാണുള്ളത്. അപ്പോൾ ഇനി കഴിക്കാൻ നേരത്തെ നമ്മൾ സ്പൂൺ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പതുക്കെ ഒന്നിങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ട പാല് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ കറക്റ്റ് മിക്സ് വരും. വേണ്ട ഈ പഴത്തിൻ്റെ ഇടയിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതിലേ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ പാൽ ഒറ്റ അടിയിൽ വരെത്തി. കണ്ട പാല് കറക്റ്റായി. ഇങ്ങോട്ടും തിരിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയുണ്ട്. അവലും എല്ലാം മിക്സായി. ചിലവർക്ക് ഇത് ഇങ്ങനെ ലെയറായിട്ട് കഴിക്കാനാണ് ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ രുചിക്ക് അനുസരിച്ചുമായിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവിൽ മിൽക്ക്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ട. വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് നമ്മൾ അധികം കുക്കിംഗ് ആവശ്യമില്ല. വറുത്ത അവൽ കിട്ടുകയാണെങ്കിൽ അതേറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും കൂടി ഈസി. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു ഡെസേർട്ടായിട്ട് കഴിക്കാം, നമുക്കൊരു ഡ്രിങ്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നമുക്കത് കഴിക്കാം. അപ്പം അടിപൊളിയാണ്. അത്യാവശ്യം പ്രോട്ടീനും പാല്, പഴം, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പം ഇതാണ് ഐറ്റം. മലബാർ ഏരിയയിലെ പ്രത്യേകിച്ച് കോഴിക്കോട്, അതിലുമുപരി മലപ്പുറത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. നമുക്കിത് ഡെസേർട്ടായിട്ട് കഴിക്കാം, നമുക്കിത് ഡ്രിങ്കായിട്ട് കഴിക്കാം, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്. ഒരു നേരത്തെ ഫുഡിന് പകരം നമുക്കിത് കഴിച്ചാൽ നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും മലപ്പുറം കോഴിക്കോട് ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ സാധനം. ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ ടേസ്റ്റ് അടിപൊളിയാണ്. അതേപോലെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്കിത് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കഴിച്ച് നോക്കാനായിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഞാൻ ചിലപ്പം നല്ലതല്ലെങ്കിലും ചിലപ്പം നല്ലതാണെന്ന് പറഞ്ഞാൽ അതൊരു ഇതാവില്ലേ. അപ്പം ഞാനിത് കഴിച്ച് നോക്കാനായിട്ട് ഞാൻ വേറൊരാളെ ഞാൻ വിളിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ മോനെയാണ്. അവന് നമുക്ക് ഇതൊന്ന് കൊടുത്ത് നോക്കാം, ഇത് എങ്ങനെയുണ്ടെന്ന് അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആശാൻ ഫുഡിൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ള ആശാൻ നല്ല കറക്റ്റായിട്ട് പറയും. ഏത് സാധനം കൊടുത്താലും നല്ലതാണോ അല്ലയോ എന്നുള്ള ആശാൻ പറയും. അപ്പോൾ നമുക്കത് അവൻ്റെ അടുത്തുനിന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ അവന് ആ സാധനം കൊടുത്തിട്ടുണ്ട്. അവൻ എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം അവനത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. അതിനകത്ത് എന്താ ചെയ്യണമെന്ന് പറയാം, ആദ്യം ആ കപ്പ് ആ സ്പൂൺ മുക്കിയിട്ട് ഒരു ശകലം അതിനകത്ത് ആ പാലും ആ മിക്സും ആ നട്ട്സും പാലും ഒക്കെ കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ് കഴിക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്താണ് എടുക്കണം. അവൽ കിട്ടിയിട്ടുണ്ടോ നോക്കി, അതിനകത്ത് അവലുണ്ടോന്നൊക്കെ ഇല്ല ഒന്നും ഇട്ടിട്ട് ഒന്നുകൂടെ അവലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്ത് അടിയിൽ കണ്ടോ, കുറച്ച് അടിയിൽ നിന്ന് അങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് കണ്ടോ അവൽ വന്നില്ലേ. അതിനെ ഒന്ന് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയാന്ന് അവൻ പറയും, കാരണം അവൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. പക്ഷേ സംഭവം അടിപൊളിയായിരിക്കും. എന്താണെങ്കിലും ഞാനും കൂടെ ഒന്ന് കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മോൻ കഴിച്ചു നോക്കി, അവൻ പറഞ്ഞ അടിപൊളിയായിരുന്നു. അവൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് കഴിച്ചോട്ടെ, കാരണം ഇത് നേരത്തെ കഴിച്ച് പരിചയമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വീട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശമൊക്കെ അത്ര വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഒന്ന് കഴിച്ചു നോക്കാം. അവല് കിട്ടിയത് അവല് നോട്ടെ. കൊള്ളാം, അടിപൊളി. കുറച്ചും കൂടെ മധുരമാവുകയാണെങ്കിൽ മലപ്പുറത്ത് കിട്ടുന്ന അത്രയ്ക്കൊരു ടേസ്റ്റ് വന്നില്ലെങ്കിലും അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനം കേട്ടോ. മധുരം കുറച്ചാവും, എല്ലാം സംഭവം അടിപൊളിയാണ്. ഈ ഡ്രിങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും മിക്സിയിൽ അടിക്കരുത്. നമ്മൾ മിക്സിയിൽ അടിച്ച് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പോകും, അതിൻ്റെ ആ ടേസ്റ്റ് പോകും. നമ്മുടെ കഷ്ണം പോലുള്ള ഒരു ഇത് നമുക്ക് അടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പാല് നമ്മളെ തിളപ്പിച്ച് അത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ തണുപ്പ് അപ്പോൾ ആ തണുപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ തണുത്ത പാലായിരിക്കണം എപ്പോഴും, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഡെസേർട്ടാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് വായിച്ച് നോക്കാം. പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സ്റ്റേ സേഫ്. നമ്മൾ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ
അതേപോലെ ചെയ്യുക. അപ്പം നമുക്ക് ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാണ്ട്, ഈ വൈറസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, ആവശ്യ സാധനങ്ങൾക്ക് മാത്രം പുറത്ത് പോവുക. ഓസ്ട്രേലിയയിൽ അത്രയും ടൈറ്റായിട്ടുള്ളൊരു ലോക്ക്ഡൗൺ ഇല്ല, നാട്ടിലെ പോലെ ഒരു ലോക്ക്ഡൗൺ ഇല്ല. പല സ്റ്റേറ്റും ബോർഡേഴ്സൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ചില സംഭവങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളൂ. അത് അത്യാവശ്യ സാധനങ്ങൾ മാത്രം, അത് ജോലി ചെയ്യേണ്ടവർക്ക് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. അധികവും ആവശ്യമില്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ടൂറും കാര്യങ്ങളും അങ്ങനത്തെ ഔട്ടിങ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയിരിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും, നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ കോഴിക്കോട് മലപ്പുറം വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി അവിൽ മിൽക്ക് കഴിക്കുന്നതാണ്. പിന്നെ ഇനിയും ഇതേപോലെ കോഴിക്കോട് വിഭവങ്ങളും മലപ്പുറം വിഭവങ്ങളും, ഞാൻ കോഴിക്കോട് തന്നെയല്ല, ഞാൻ വയനാട്ടുകാരനാണ്, പക്ഷേ എന്നാലും ഞാൻ കൂടുതൽ അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് എനിക്ക് പറ്റുമെങ്കിൽ, അതായത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം, ഏത് ജില്ലയിലുള്ളവർക്കും ട്രൈ ചെയ്യാം, ഏത് രാജ്യത്തുള്ളവർക്കും ട്രൈ ചെയ്യാം. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോ ഏതെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.